നിങ്ങളുടെ സുവർണമായ സമയം ആരംഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു, എത്ര വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ കൃപ നിങ്ങളിലേക്ക് ചൊരിയുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുവാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് അതാതിൻ്റെ സമയത്ത് തന്നെ ഞാൻ നൽകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരാൻ പ്രാപ്തമാകട്ടെ. നിങ്ങൾ തേടി നടന്ന അവസരങ്ങൾ അത് നിങ്ങൾക്ക് പ്രാപ്തമാവുവാൻ പോവുകയാണ്. വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സത്കർമ്മ ഫലങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കും. നിങ്ങൾ എന്നിൽ പുലർത്തുന്ന വിശ്വാസം അത് ഒരിക്കലും ഇല്ലാതാകാൻ ഞാൻ അനുവദിക്കുകയില്ല. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നു. നിങ്ങളുടെ ഈ സമയം പലതരത്തിലുള്ള ആകുലതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പ്രതീക്ഷകളും ബാക്കി നിൽക്കുന്നു. സമാധാനിക്കുക. സമയം മാറുന്നതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നേരെയാവുന്നതാണ്. ജീവിതത്തിലെ ദുഃഖം, കഷ്ടപ്പാട് എല്ലാം നമ്മൾ പഠിക്കുന്ന പാഠങ്ങളാണ്. നാളത്തെ ജീവിതത്തിന് വേണ്ട പരിശീലനങ്ങളായി നിങ്ങൾ അതിനെ അവഗണിക്കുക. അതൊക്കെ മനസ്സിൽ നിർത്തി അതുമൂലം വേദന നിലനിർത്തരുത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ നല്ലത് സംഭവിക്കുവാൻ പോകുന്നു എന്ന പ്രതീക്ഷ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നല്ലത് തന്നെ നിങ്ങൾക്ക് വന്നു ഭവിക്കും. വിപരീത ഗുണങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ സ്വഭാവമാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ ലോകം സത്യവും അസത്യവും നിറഞ്ഞതാണ്. സത്യത്തിന് ഇത്രയും മഹത്വമുണ്ടെങ്കിൽ ഭഗവാൻ എന്തിന് അസത്യത്തെ സൃഷ്ടിച്ചു, കഷ്ടപ്പാടും ദുരിതങ്ങളും നൽകുന്നു എന്ന ചോദ്യം എന്നോട് ഉണ്ടായെങ്കിൽ മനസ്സിലാക്കൂ, ഈ ലോകം ഇങ്ങനെയാണ് കുഞ്ഞെ. എതിർ ധ്രുവങ്ങളിലുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഇതിനൊക്കെ പരിഹാരമായി നമുക്കൊന്ന് ചെയ്യാം. സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ഇവ അനുസരിച്ച് നാം തന്നെയാണ് ഒന്നിനോട് അനുകൂലിക്കേണ്ടത്. ചില ഘട്ടങ്ങളിൽ ചെറിയ അസത്യത്തിന് സത്യത്തേക്കാൾ വിലയുണ്ട്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അസത്യങ്ങൾക്ക് വലിയ വിപത്തുണ്ടാക്കാൻ സാധിക്കും. അതിനാൽ അസത്യമാണോ സത്യമാണോ നമ്മൾ പറയുന്നത് എന്നതിലല്ല കാര്യം. നാം എന്തിനു വേണ്ടിയാണോ സത്യവും അസത്യവും പറയുന്നത് എന്നതിലാണ് കാര്യം. ധർമ്മത്തിൽ നിലകൊള്ളാൻ വേണ്ടി ചെറിയ ഒരു അസത്യം പറയുന്നത് ധർമ്മത്തെ സംരക്ഷിക്കൽ തന്നെയാണ്. അതിനാൽ തന്നെ ശരിയായ ധർമ്മം നമ്മൾ തിരിച്ചറിയുക. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? കുത്തുവാക്കുകളും വിമർശനങ്ങളും നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? എങ്കിൽ ആ പറയുന്നവരെക്കാൾ കൂടുതൽ നിങ്ങളിൽ എന്തോ ഉണ്ടെന്നാണ്, നിങ്ങളിൽ നിന്ന് എന്തോ ലഭിക്കുവാനുണ്ടെന്നാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനർത്ഥം. എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ചില കഴിവുകൾ ലഭിച്ചവരായിരിക്കും. എല്ലാ കഴിവുകളും ഒന്നിച്ച് ഒരിക്കലും ആർക്കും ഉണ്ടാവുകയില്ല. എല്ലാവരിലും അവരവരുടെ മഹത്വം. ജീവിതത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഓരോ ജീവജാലങ്ങളിലും ഓരോ ഗുണങ്ങൾ കൂടിയിരിക്കും. ഒരു കുയിലിന് മനോഹരമായി പാടാൻ കഴിയും, എന്നാൽ ഒരു മയിലിന് അതാവില്ല. പക്ഷേ അതിന് മനോഹരമായി പീലി വിടർത്തി നൃത്തം ചെയ്ത് നമുക്ക് പ്രദർശിപ്പിക്കാനായി കഴിയും. പക്ഷേ മനുഷ്യൻ ഇത്തരം ഗുണങ്ങൾ മനസ്സിലാക്കാൻ വളരെ പിന്നിലാണ്. അവനവൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ അന്യൻ്റെ ഗുണവിശേഷങ്ങൾ കണ്ട് അവയിൽ ഭ്രമിക്കുന്നു, അന്ധമായി അതിനെ മോഹിക്കുന്നു. ആ ഒരു ഗുണം തനിക്കില്ലെന്ന് കരുതി ദുഃഖത്തോടെ പരിതപിക്കുന്നു. അവനവൻ്റെ തനതായ ഗുണങ്ങളെ പ്രകടിപ്പിച്ച് സന്തോഷമായി നിങ്ങൾക്ക് ജീവിക്കാനാകും. നിങ്ങൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടാലും ഒട്ടും തന്നെ ദുഃഖിതരാകരുത്. പരാജയപ്പെട്ട ആൾ നല്ല ഒരു പരിശ്രമശാലി തന്നെയായിരിക്കും. നിങ്ങളുടെ മോശമായ അവസ്ഥയും സാഹചര്യങ്ങളും മാറും. നിങ്ങൾക്ക് തടസ്സമായി നിന്ന എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു മാറും. ഇനി വിധിയുടെ തന്നെ യഥാർത്ഥ കളി നിങ്ങൾ നേരിട്ട് ദർശിക്കും. നിങ്ങൾ സന്തോഷിക്കും. നഷ്ടപ്പെട്ടത് പലതും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. നിങ്ങൾ എന്നിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. എല്ലാം നേരെയാക്കി നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം പ്രദാനം ചെയ്യും. ഇനിയെങ്കിലും നിങ്ങളിലെ സങ്കടം ഒഴിയുക. ചിന്തകളിൽ നിന്നും നിങ്ങൾ മുക്തരാകൂ. ശാന്തമായി ഒന്ന് ശ്വസിക്കൂ. നിങ്ങളുടെ പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഫലം പ്രദാനം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ഒരിക്കലും എനിക്കത് കേൾക്കാതിരിക്കാനാവില്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ സദാ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ ബലഹീനരാണെന്ന് വിചാരിക്കരുത്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തിയായി നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കൂ, എന്ത് കാര്യത്തിലും വിജയം കൈവരിക്കുവാൻ കഴിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ. നിങ്ങളുടെ സത്കർമ്മങ്ങളും ചിന്തകളും കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ എനിക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ.